അപ്പോൾ നമ്മളിന്ന് ബബിൾ സാധനം പൊട്ടിക്കാനാണ് പോകുന്നത്. സോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുറേ ബബിൾ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. സോ നമുക്കത് പൊട്ടിക്കാനുള്ള ഒരു വ്ളോഗാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ തോട്ടൊക്കെ പിടിച്ച് നമ്മളുടെ ബബിൾ സാധനം പൊട്ടിക്കാൻ പോവാണ്. അപ്പുറത്തെ കണ്ടത്തിൽ തന്നെ ഉണ്ട് ബബിൾ സാധനങ്ങ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ല വെയിൽ കണ്ടോ, പാടാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ. സോ ഇതാണ് പാടത്തിൻ്റെ ഫുൾ വ്യൂ. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകണം. സോ നല്ല വെയിലാട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്കായിട്ടാണ് ഞാൻ പോണത്. നല്ല വ്യൂ ആണ് ഗൈസ്. അവിടെ നിന്ന് അടിപൊളിയാണ് നമ്മുടെ സ്ഥലമൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ അവിടെ വന്നിരിക്കും. നല്ല വൈബാണ്. നാട് വിട്ട് പോയവരൊക്കെ ഇത് മിസ്സാവുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, സോ ബബിൾ സാധനം പൊട്ടിക്കാം. ബബിൾ സാധനം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂർത്തിക്ക് കൊണ്ടുകൊടുക്കാനാണ്. കുറേ കാലമായി പറയുന്നു കൊണ്ടുവരാൻ. ഞാൻ ഡിലേയാക്കി എന്തായാലും കൊണ്ടു കൊടുക്കാം. നോക്കട്ടെ. സോ നമ്മുടെ മരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇവിടെ ചെറിയ കുളമൊക്കെ ഉണ്ട്. സോ നമ്മുടെ മരം കാണുന്നത് ഇതാണ് നമ്മുടെ മരം. അടുത്തേക്ക് വന്നിട്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാം. സോ ഇനി ഇതിനെ ചാടി കിടക്കണ്ടേ നമ്മൾ. സുയി അമ്മച്ചി പണ്ട് ഇതിലൊക്കെ കളിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഞാൻ അതിൻ്റെ പിക്കൊക്കെ ഞാൻ സൈഡിലിടാം. സോ ഗൈസ്, ഈ കാണാനാണ് നമ്മളുടെ മരം. സോ തോട്ടിയും കാര്യങ്ങളൊക്കെ ഇടാം. സോ കണ്ടോ, ബബിൾ സാധനങ്ങളുടെ മരമാണ് ഗൈസ്. ഒരു രക്ഷയില്ല. ടോപ്പ് തന്നെയാണ്. സൂം ചെയ്യണം ഒന്നുകൂടി. കണ്ടോ ബബിൾ സാധനം കേൾക്കുന്നുണ്ട് ഇതിൽ. സോ പെർഫെക്റ്റ് ആണ് ഗൈസ്, ഒന്നും പറയാനില്ല കേട്ടോ. സോ പൊളിയാണ്. മരങ്ങളൊക്കെ കിടിലാണ് ഗൈസ്. സോ നമുക്കിന്ന് ഇതിന്ന് വെയിൽന്ന് മാറിക്കട്ടെ, കുറച്ച് ഇതൊക്കെ പൊട്ടിക്കാം. ഞാൻ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ അത്യാവശ്യം ബബിൾ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നറുക്കേടില്ലാത്ത ബബിൾ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടോ, ഇത്രയും ബബിൾ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടായിട്ട് പൊട്ടിക്കാൻ, പക്ഷേ മുകളിലാണ്. പിന്നെ പഴുത്തിട്ടുമില്ല കുറച്ചൊക്കെ. സോ എന്തായാലും ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുകൊണ്ട് പോവാം. എനിക്ക് മതേ ഒരു കിലോ കണക്ക് നോക്കുമ്പോൾ ഒരു 3, 4, 5, 6, 7 ഒരു 7-8 കിലോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വെച്ച് പിടയ്ക്കാതെ വെച്ചിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ബബിൾ സാധനം പൊട്ടിച്ചിട്ട് ഞാൻ ഇപ്പോൾ തിരിച്ച് വരിക കേട്ടോ. കൊടുക്കത്ത വരില്ല കേട്ടോ, ഒരു രക്ഷയില്ല. സംഭവം ഇവിടെ AC റൂമിലൊന്നല്ല കിടക്കാറ്. എന്നാലും വെയിലുണ്ട്, നല്ല വെയിൽ. പക്ഷെ നമുക്ക് ഈ പച്ചപ്പൊക്കെ കാണുമ്പോണ്ടല്ലോ നല്ല രസമാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഹെവി ഗ്രീനറിയാണ് ഇവിടെ ഫുള്ള്. ഓക്കെ, എനിക്കാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ പ്രദേശം ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്കൊന്നും പോകാത്ത. ഒന്നാമത്തെ വലിയ താല്പര്യമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ വൈബ് കയറിയാണല്ലോ, പൈസ ഉണ്ടാക്കണം. സോ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, കഷ്ടപ്പെടുന്നു. അതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് സുഖത്തോടെ ജീവിക്കാൻ നല്ല രസമാണ്. സോ എന്തായാലും നാട് മിസ് ചെയ്യണവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ട് വൈസ്. കാറ്റടിക്കുമ്പോൾ നല്ല സുഖമാണ്, പക്ഷെ നല്ല വെയിലാണ്. പിന്നെ ഇത് പിടിച്ചിട്ടല്ല നടക്കണേ. ഒരു 8 കിലോൻ്റെ സാധനം. 8 കിലോ 9 കിലോ ആണല്ലോ. ചെറിയ സാധനമാണ്, വലിയ സാധനമൊന്നുമില്ല. എന്നാലും വെയിലുള്ളതുകൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നത്. കനം പറയാനൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. പിന്നെ ചിറ കിട്ടിയതൊക്കെ കാണിച്ചു തരാം കേട്ടോ. തോടിപ്പോൾ ചിറ കിട്ടിയിട്ടുണ്ട് കൈസ്. ഇവിടെ മുന്നൊക്കെ ഇതിൽ കിടന്ന് ഞങ്ങൾ കുളിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ കുളിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ വെള്ളത്തിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പണ്ടത്തെ വെള്ളം പറഞ്ഞാൽ ശുദ്ധമായിരുന്നു. ഇപ്പോഴത്തെ വെള്ളം പറയണതേ വെറും കാവടിയാണ്, ഒരു കാര്യമില്ല. പിന്നെ ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെ നിന്നുള്ളത് ഹെവി വ്യൂ അല്ല, നല്ല രസമല്ലേ. സോ എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ. കുറേ പേര് നമ്മളുടെ വീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ വീട് കാണിച്ചു തരാം. ദിസ് ഈസ് അവർ ഹോം. നമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ, തോട്ടിയൊക്കെ തട്ടി പോണു. ഓക്കെ, നമ്മുടെ വീട്ടിലത്തെ പശുക്കളെ കാണിച്ചു തരാം കേട്ടോ. അതിൽ 3 പേരുള്ളത്. ബൻ നമ്മുടെ മണിയൻ. ഈ 3 കിഡ്സ്. ഇപ്പം കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്, പക്ഷേ ഡീസൻ്റാണ്. ചെള്ളുണ്ട് മേക്ക്, ചെള്ളൊക്കെ അറിയണം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളുടെ
സംഭവം കൊണ്ടുകൊടുക്കാൻ പോവാം. 1 മാസം വരെ പറയണു. സാധനം കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ ബൈക്കെടുത്ത് പോട്ടെ ഗൈസ്. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് നിർത്താൻ മറന്നു പോയി ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി സാധനം കൊണ്ടുകൊടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നു. സോ ഇന്നലെ ഇന്ത്യ മറന്നു വ്ളോഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബബ്ബുൾസാനയുടെ മരവും കാര്യങ്ങളൊക്കെ കണ്ടു വിചാരിക്കണു. ഇനി അടുത്തത് എന്ത് കണ്ടൻറ്റ് കിട്ടണമെന്ന് ഞാൻ ആലോചിച്ചോട്ടെ കേട്ടോ. കണ്ടൻറ്റ് കിട്ടുമ്പോൾ വരാം. ഓക്കെ, ബായ്.